ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് ചില നടന്മാർക്കെതിരെ പീഡനാരോപണങ്ങൾ വന്നതിന്റെ പേരിൽ അമ്മ ഭരണസമിതിയിലെ എല്ലാവരും രാജിവച്ചൊഴിഞ്ഞത് എന്തിന്? വാട്സപ്പ് ഗ്രൂപ്പിൽ മോഹൻലാൽ വികാരാധീനനായതിനെ തുടർന്ന് കൂട്ടായി എടുത്ത തീരുമാനമോ? എന്തായാലും അമ്മയിലെ ഭിന്നത വെളിവാക്കുന്ന തരത്തിൽ തുറന്ന അഭിപ്രായ പ്രകടനങ്ങൾ വന്നു തുടങ്ങി. സംഘടന പിളർപ്പിലേക്ക് നീങ്ങുമെന്ന ആശങ്ക കാരണമാണ് മോഹൻലാൽ കടുത്ത തീരുമാനം എടുത്തതെന്നും റിപ്പോർട്ടുകൾ വരുന്നു. മമ്മൂട്ടിയുമായി സംസാരിച്ച ശേഷമാണ് മോഹൻലാൽ വാട്സപ്പിൽ അംഗങ്ങളുമായി സംസാരിച്ചത്. അമ്മയ്ക്ക് നേരെ ഇനിയും ആക്രമണം വരുമെന്നും ഭാരവാഹികൾ സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്നും മോഹൻലാൽ വാട്സപ്പിൽ പറഞ്ഞു. പുതിയ തലമുറ വരട്ടെയെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആരോപണങ്ങൾക്കെതിരെ പോരാടണമെന്നായിരുന്നു ചില അംഗങ്ങളുടെ അഭിപ്രായം. ഫൈറ്റ് ചെയ്താൻ രാഷ്ട്രീയമല്ലെന്നും ഈ ഘട്ടത്തിൽ മറ്റു ചർച്ചകളിലേക്ക് പോകേണ്ട എന്നായിരുന്നു മോഹൻലാലിന്റെ മറുപടിയും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അംഗങ്ങൾ മമ്മൂട്ടിക്കും മോഹൻലാലിനും കൂട്ടത്തോടെ സന്ദേശം അയച്ചിരുന്നു. നേതൃത്വത്തോടുള്ള എതിർപ്പ് സംഘടനയെ തന്നെ പിളർത്തിയേക്കും എന്ന സാഹചര്യമാണ് കൂട്ടരാജിയിലേക്ക് നയിച്ചത്. കൂട്ടരാജി എന്ന യാഥാർത്ഥ്യത്തോട് പലർക്കും പൊരുത്തപ്പെടാനാവുന്നില്ല. അമ്മയിലെ കൂട്ടരാജിയെ താൻ ന്യായീകരിക്കില്ലെന്ന് നടൻ അനൂപ് ചന്ദ്രൻ പ്രതികരിച്ചു. ആരോപണ വിധേയരെ മാത്രം മാറ്റുന്നതിന് പകരം കമ്മിറ്റി ഒന്നടങ്കം രാജിവെക്കുന്നതിന് പിന്നിലെ കാരണം തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും അനൂപ് ചന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ ഉന്നയിച്ച 2 പേർക്കെതിരെ DGPക്ക് പരാതി നൽകി നടൻ ഇടവേള ബാബുവും. ഇടവേള ബാബുവിനെതിരെ ആരോപണം ഉന്നയിച്ച 2 സ്ത്രീകൾക്കെതിരെയാണ് DGPക്കും സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിനും പരാതി നൽകിയത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലായി മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച 2 സ്ത്രീകൾക്കെതിരെയാണ് പരാതി നൽകിയതെന്ന് ഇടവേള ബാബു അറിയിച്ചു. ഇമെയിൽ വഴിയാണ് പരാതി അയച്ചത്. എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ നിരവധി താരങ്ങളാണ് ഇത്തരത്തിൽ തങ്ങൾക്കെതിരെയുണ്ടായ ലൈംഗിക ആരോപണത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയത്. മണിയൻ പിള്ള രാജു, ഇടവേള ബാബു, സിദ്ദിഖ്, രഞ്ജിത്ത്, അതുപോലെ തന്നെ ജയസൂര്യ, മുകേഷ് എന്നിവർക്കെതിരെയെല്ലാം ആരോപണങ്ങളുമായി യുവതി എത്തിയിരുന്നു. എന്നാൽ മുകേഷ് ഇന്നലെ പറഞ്ഞത് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്താണ് ഒരു യുവതി എത്തിയത്, അതുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ്. എന്നാൽ ഒരിക്കലും ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നില്ല, ഉണ്ടായ കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്നാണ് യുവതി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ 7-അംഗ പോലീസ് സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ആരോപണം ഉന്നയിച്ചവരുടെ മൊഴികൾ എടുത്തേക്കും. വനിതാ പോലീസുകാർ ഉൾപ്പെട്ട സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്.